ബാലാഭാസ്കറിൻ്റെ മരണത്തിലെ ചില പുതിയ തെളിവുകൾ പുറത്തേക്ക് വന്നു. കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ആരാധിച്ചിരുന്ന ബാലാഭാസ്കർ എന്ന കലാകാരൻ 2018 സെപ്റ്റംബർ മാസം 25 പള്ളിപ്പുറത്ത് വച്ചിട്ട് അപകടത്തിൽപ്പെട്ട് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൊച്ചും അപകടത്തിൽ മരിച്ചു. അപകടത്തെ തുടർന്ന് അദ്ദേഹം 3-4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. പരിക്കേറ്റ അദ്ദേഹത്തിൻ്റെ ഭാര്യ സർവൈവ് ചെയ്തു. വാഹനം ഓടിച്ചിരുന്ന അർജുൻ എന്നയാൾ, അയാൾ അപ്പു എന്ന് വിളിക്കും, പാലക്കാട്ടുകാരനാണ്. അർജുൻ്റെ ഭാര്യ വീട്ടുകാരുടെ അടുപ്പക്കാരനാണ്. അത് ബാലാഭാസ്കറിൻ്റെ ഭാര്യ വീട്ടുകാരുടെ അടുപ്പക്കാരനാണ്. ഏതായാലും അയാളെ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ 3.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയ ആ സംഘത്ത് ആയിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റിൽ ബാലാഭാസ്കറുടെ ഡ്രൈവറും ഉൾപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അത് നമുക്കെല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയി. അന്ന് ആ സംഭവത്തിന് ശേഷം പല പ്രാവശ്യം ഇക്കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇതൊരു ചേസിംഗ് ആണ്. ബാലാഭാസ്കറെ വാഹനം ചേസ് ചെയ്ത് വന്നു. 3-4 വാഹനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവർ വന്ന തൃശ്ശൂർ മുതൽ ഇതിനെ ചേസ് ചെയ്തിരുന്നു. ആ വാഹനത്തിൻ്റെ ഡ്രൈവർ 100, 110, 120 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിച്ചു പല സ്ഥലത്തും. എന്തായാലും പള്ളിപ്പുറത്തിന് അവിടെ വെച്ച് വാഹനം ഒരു മരത്തിലിടിച്ച് ബാലാഭാസ്കർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ബാലാഭാസ്കർ കൊച്ച് വണ്ടിക്കകത്ത് വെച്ച് പരിക്കേറ്റ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പരിക്ക് വെച്ചു വന്നു. വണ്ടി ഓടിച്ചിരുന്ന ആളുടെ 2 കാല് ഓടിഞ്ഞു. അതിനുശേഷം ഡ്രൈവർ പറഞ്ഞു, അർജുൻ എന്ന അപ്പു പറഞ്ഞു, വാഹനം ഓടിച്ചത് ഞാനല്ല, ബാലാഭാസ്കറാണ്. ഏതായാലും അത് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ അത് വാഹനം ഓടിച്ചത് ബാലാഭാസ്കർ ആയിരുന്നില്ല, അർജുൻ തന്നെയാണെന്ന് കണ്ടെത്തി. ആ അർജുനാണ് ഇപ്പം പെരിന്തൽമണ്ണയിലെ 3.5 കിലോ സ്വർണം കൊണ്ടുപോയ പ്രതികളിൽ ഒരാൾ. ആ സ്വർണം കടപൂട്ടി ചേട്ടനും അനിയനും സഹോദരങ്ങൾ 3.5 കിലോയുടെ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയപ്പം പെരിന്തൽമണ്ണ ജംഗ്ഷൻ വെച്ച് സ്കൂട്ടറിനെ ഒരു കാർ വന്ന് ഇടിച്ച് അവർ രണ്ടുപേരും തെറിച്ച് റോഡിൽ വീണു. അപ്പം കാറിനകത്ത് 9 പേരുണ്ടായിരുന്നു. 3.5 കിലോ സ്വർണ്ണമായിട്ട് 5 പേര് കാറിനകത്ത് രക്ഷപ്പെട്ടു. 4 പേരെ അവിടെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. അവരിൽ നിന്ന് അവരുടെ കയ്യിൽ അപ്പോൾ യാതൊരു ആഭരണങ്ങളും ഇല്ലായിരുന്നു. അതിനുശേഷം ആ 4 പേരെ കൂടാതെ അവിടുന്ന് 5 പേരെ കൂടെ പിടിച്ചു. 9 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം സ്വർണ്ണാഭരണമായിട്ട് കാറിൽ രക്ഷപ്പെട്ടവർ ചെർപ്പളശ്ശേരിയിൽ അവരെ കാർ ഉപേക്ഷിച്ച് അവിടുന്ന് പിന്നീട് അവരെ ഒരു കാറിൽ കൊണ്ടുപോയത് ബാലാഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുനാണെന്ന് കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് കേസിനകത്ത് അന്നേ ബന്ധമുണ്ടെന്ന് നമ്മളെപ്പോലുള്ളവർ അന്നും പറഞ്ഞിരുന്നു. ഇത് സ്വർണം എടുക്കാനുള്ള ആ വാഹനത്തിലെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് അപകടം ഉണ്ടായത്. അത് ബാലാഭാസ്കർ അറിയാതെ ബാലാഭാസ്കറിൻ്റെ അന്നത്തെ പ്രോഗ്രാം മാനേജർമാരായിരുന്ന പ്രകാശ് തമ്പിയും അതുപോലെ വിഷ്ണു എന്നീ 2 പേരും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായി. പിന്നീട് ബാലാഭാസ്കർ ഉള്ള സന്ദർഭത്തിൽ തന്നെ 2 പ്രാവശ്യം സ്വർണം കടത്തിയതിൽ അവർ കസ്റ്റംസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നോക്കിയ ശേഷം 200ഓളം കിലോ സ്വർണം പല പ്രാവശ്യമായിട്ട് അവർ 2 പേരും കേരളത്തിൽ കൊണ്ടുവന്നു. അതിന് കസ്റ്റംസിൽ കേസുണ്ട്. കോഫി പോസ കേസ് എടുക്കുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ കേട്ടു. അന്നേ ഇവനെപ്പറ്റി സംശയം ഉണ്ടായിരുന്നു. അപ്പു എന്ന് വിളിക്കുന്ന അയാൾക്ക് അന്ന് 21-22 വയസ്സേ ഉള്ളൂ. ഇന്നിപ്പോൾ അയാൾക്ക് 28 വയസ്സുണ്ട്. അയാളെ അന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് 2 ATM കവർച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കേസിലെ 3 കേസിലെ പ്രതിയായിരുന്ന അയാളെ അതേപടി അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ അതേപടി വിശ്വസിച്ച് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് വന്ന ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും അവൻ്റെ മൊഴിക്ക് മുഖതാവിൽ കൂടുതൽ വെയിറ്റ് കൊടുത്തിട്ട് പാവം പിടിച്ച ആ കൃത്യസ്ഥലത്ത് വന്നു ചേർന്ന കലാഭവനിലെ സോബി ജോർജ് എന്ന് പറഞ്ഞ ആളെ ആ സംഭവത്തിനെ പറ്റി പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള മൊഴിയായിപ്പോയി എന്ന് പറഞ്ഞ് അയാളെ വട്ടനാക്കുകയും അയാളെ ചില കേസിനകത്ത് കുരുക്കുകയും അയാളെ മുൻകാല ചെക്ക് കേസുകളിലൊക്കെ അയാളെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു.
സത്യം പറഞ്ഞ ഒരുത്തൻ്റെ അനുഭവം അതായിരുന്നു. ഇപ്പം അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ബാലാഭാസ്കറുടെ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വാഹനം ഏകദേശം 200 മീറ്ററോളം പള്ളിപ്പുറത്ത് ചേസ് ചെയ്ത സന്ദർഭത്തിൽ റോഡിൻ്റെ വലതുവശത്തെ മണ്ണിക്കൂടെ ഓടി ഒരു മരത്തിൽ 100-110 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ഇടിച്ച് ആണ് അപകടം ഉണ്ടായത്. പക്ഷേ ആ അപകട സ്ഥലത്ത് അവിടെ അബദ്ധത്തിൽ വന്നു ചേർന്ന കലാഭവനിലെ സോബി ചില കാഴ്ചകൾ കണ്ടു. ആ വാഹനം ഇടിച്ചു നിന്ന വാഹനത്തിന് തൊട്ട് മുമ്പിൽ ഒരു മോട്ടോർ സൈക്കിളിൽ അയാൾ ഇരിക്കുന്നതും ആ കാലുകൊണ്ട് ചവിട്ടിച്ചാട്ടി അത് മുന്നോട്ട് നീക്കുന്നതും അതോടൊപ്പം അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ച് 10-18 വയസ്സുള്ള പയ്യൻ റോഡ് ക്രോസ് ചെയ്ത് എതിർവശത്തേക്ക് ഓടിപ്പോകുന്നതും കണ്ടു. ഇത് ഈ കേസുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഏതായാലും അയാൾ വളരെയധികം കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞുകൊണ്ട്. അയാൾ ആ സത്യത്തിൽ നിന്ന് മാറിയില്ല. ക്രൈംബ്രാഞ്ചിലും ലോക്കൽ പോലീസിലും ക്രൈംബ്രാഞ്ചിലും പിന്നീട് വന്ന CBIയിലും ആ മൊഴി ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ മൊഴിക്കൊരു പ്രസക്തിയില്ല, അദ്ദേഹത്തിന് ചില മാനസിക രോഗമാണ് എന്നുവരൊക്കെ ആൾക്കാർ പറഞ്ഞു വെച്ചു. കലാഭവൻ സോബി ഇന്ത്യ മുഴുവൻ ബെൻസ് കാറിൽ പോകുന്ന ആളാണ്. അയാൾ പോകുന്ന വഴിക്കൊന്നും ലോഡ്ജുകളിലൊന്നും താമസിക്കില്ല. അയാൾ പെട്രോൾ പമ്പിലാണ് രാത്രി പോയി 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ആ പെട്രോൾ പമ്പിലെ കാറിട്ട് കിടന്ന കാറിന് സുരക്ഷിതത്വമുണ്ട്. അതിനുശേഷം അയാൾ ആ കാറിലെ യാത്ര തുടരും 3-3:30 മണിക്ക്. ഇതാണ് അയാളുടെ ജീവിത രീതി. അത് പറഞ്ഞിട്ടൊന്നും പോലീസിനും ക്രൈംബ്രാഞ്ചിനും CBIക്കും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് അയാൾ ബാലാഭാസ്കറിൻ്റെ വാഹനം ആണെന്ന് തോന്നുന്നു. അത് ആ വഴി ഓടിപ്പോകുമ്പോൾ അതിൻ്റെ പിന്നിലെ 3 വാഹനങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപകട സ്ഥലത്ത് 3:30 മണിക്ക് ശേഷം ചെന്ന സോഫി കാണുന്ന കാഴ്ച, ആ വാഹനത്തിന് മുമ്പിൽ ഒരാൾ ബൈക്കിൽ പോകുന്ന കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ചൊരു പയ്യൻ ഓടുന്നു കണ്ടത് ഇതുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യമാണ്. ആ സമയത്ത് അയാളെ അവിടെ നിന്ന പലരും അയാളെ വിരട്ടി ഓടിക്കുക വരെ ചെയ്തു എന്ന് പറഞ്ഞു. ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അന്നത്തെ കേസ് അന്വേഷിച്ച ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ DYSP പിന്നീട് ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിനെതിരായിട്ട് വിജിലൻസ് കേസുണ്ട്. അമാസിഡ് സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞ് 3-4 കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. CBIയും ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അന്വേഷണം നടത്തിയായിട്ട് കാണുന്നില്ല. ഇപ്പം വന്നിരിക്കുന്ന തെളിവനുസരിച്ച് അന്ന് നമ്മളെപ്പോലെയുള്ളവർ പറഞ്ഞു അതൊരു ചേസായിരുന്നു, അതിനകത്ത് സ്വർണം കട്ടിയുണ്ട്, അല്ലെങ്കിൽ ബാലാഭാസ്കർ അറിയാതെ ആണ് ആ കടത്തിക്കൊണ്ടിരുന്നത്. അർജുനും അദ്ദേഹത്തിൻ്റെ 2 മാനേജർമാരും കൂടെ ചേർന്ന് നടത്തിയ സ്വർണ്ണക്കടത്താണ്. അങ്ങനെയാണ് അപകടമുണ്ടായത്. ആ സ്വർണം തിരിച്ചു പിടിച്ചെടുക്കാനായിട്ട് തൃശ്ശൂരുള്ള പൊട്ടിക്കുന്ന ഗ്യാങ്ങുകൾ ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ആ പെരിന്തൽമണ്ണയിലെ സ്വർണം മോഷ്ടിച്ച 3.5 കേസിനകത്ത് 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 5 പേരെ കിട്ടാനുണ്ട്. അറസ്റ്റ് ചെയ്ത 13 പ്രതികളിൽ ഒരാൾ അർജുൻ എന്ന അപ്പുവാണ്. അയാൾ ബാലാഭാസ്കറിൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ അടുപ്പക്കാരനും ബന്ധുക്കാരനുമാണെന്ന് തോന്നുന്നു. അയാളാണ് ഇപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടത്. വളരെ കോൺക്രീറ്റ് ആയൊരു എവിഡൻസാണ് ഇപ്പം പുറത്തു വന്ന് അന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യത്തിന് ഇപ്പം വീണ്ടും എവിഡൻസ് അനുസരിച്ച് വീണ്ടും കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ കേസ് CBI അത് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഇനി ഓപ്പൺ ചെയ്യേണ്ടി വരും. ബാലാഭാസ്കറിൻ്റെ പിതാവ്, അദ്ദേഹം നല്ല പ്രായമുണ്ട്. അദ്ദേഹം അന്നും ഇന്നും പറയുന്ന കൃത്യമായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന എൻ്റെ മകനെ കൊന്നതാണ്, ഇതൊരു കൊലപാതകമാണ്, ഇത് ഒരു റോബറിയാണ് അല്ലെ ഡക്കോയിറ്റിയാണ്, സംശയമൊന്നുമില്ല. അത് വാഹനത്തിലുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി, അതും കറക്റ്റാണ്. അതിൻ്റെ സാക്ഷി കൃത്യമായിട്ട് പറയുന്നത് ആ സോഫി ജോർജ് എന്ന് പറഞ്ഞ കലാഭവനിലെ ആളാണ്. ഇതൊക്കെ കൂട്ടി വായിക്കാനും എവിഡൻസ് തുന്നിച്ചേർക്കാനും പോലീസിന് കഴിഞ്ഞില്ല, ലോക്കൽ പോലീസിന് കഴിഞ്ഞില്ല. അതേസമയത്ത് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല, പിന്നീട് വന്ന CBIക്കും കഴിഞ്ഞിട്ടില്ല. പുതിയ വെളിച്ചത്തിൽ അന്വേഷണ ഏജൻസികളെ മാറ്റി വേറെ ഏതെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു യൂണിറ്റിൽ തന്നെ വേറെ യൂണിറ്റ് കൊടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോഴും വന്നിരിക്കുന്ന എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറായിരിക്കണം. ഇതൊരു കൊലപാതകം, ഒരു റോബറിയുടെ ഇടയ്ക്കുണ്ടായ ഒരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.